യേശുക്രിസ്തുവിൻ്റെ മരണം സ്വാഭാവികമായ സാധാരണ ഒരു മരണമല്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പാപികൾക്ക് വേണ്ടി നീതിമാന്റെ മരണം. ലോകം മുഴുവൻ്റെയും നമ്മളുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചു. ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും നമുക്ക് ലഭിച്ചു. എഫേസ്യസ് 1:7. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാം, അവിടുത്തോട് ചേർന്ന് നിൽക്കാം. അവിടുന്ന് നമ്മുടെ രക്ഷകനും പരിപാലകനും സംരക്ഷണമാണ്. അവനിൽ ആശ്രയിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിതരാകുവാൻ അവിടുന്ന് അനുവദിക്കില്ല.